ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്ന മറ്റൊരു മത്സരം ഇപ്പോൾ ആരാധകരെ കാത്തിരിക്കുകയാണ്. വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 അർജന്റീനയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. നമുക്കറിയാം, ബ്രസീൽ ഇപ്പോൾ ആ ഒരു പഴയ പ്രതാപത്തിന്റെ നിഴലിൽ മാത്രമാണ്. സമീപകാലത്തൊന്നും അർജന്റീനയെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ 2019 അവർ അർജന്റീനക്കെതിരെ വിജയിച്ചിട്ടുള്ളത്. എന്നാൽ അർജന്റീനയുടെ കാര്യം അങ്ങനെയല്ല. തങ്ങളുടെ ടീമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് അർജന്റീന ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ബ്രസീലിന്റെ നായകനായ മാർക്കീഞ്ഞോസ് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, അർജന്റീനയെ തോൽപ്പിക്കാതിരിക്കുന്നത് ഒരുപാട് കാലമൊന്നും തുടർന്നു പോകാനാവില്ല, അത് സ്ഥിരപ്പെടുത്തില്ല, അത് ശീലമാക്കില്ല എന്നൊക്കെയാണ് മാർക്കീഞ്ഞോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ മത്സരത്തിൽ ബ്രസീൽ വിജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. മാർക്കീഞ്ഞോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീനയെ തോൽപ്പിക്കാതിരിക്കുന്നത് ഞങ്ങൾ സ്ഥിരമാക്കുകയോ ശീലമാക്കുകയോ ചെയ്യില്ല. എപ്പോഴും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്രാവശ്യവും അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ തയ്യാറെടുക്കും. ഇത് ഞങ്ങൾ വിജയിക്കേണ്ട ഒരു സമയമാണ്. ഞങ്ങൾ വിജയിക്കേണ്ടതുണ്ട്. ഞങ്ങൾ അർജന്റീനയെ തോൽപ്പിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി. ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള മത്സരം ഒരു സൗഹൃദ മത്സരമോ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരമോ അല്ല. കേവലം അത്തരത്തിലുള്ള ഒരു മത്സരമല്ല, മറിച്ച് അത് എപ്പോഴും ഒരു ഫൈനൽ പോലെ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ക്ലാസിക് മത്സരം തന്നെയാണ്. ഇതാണ് മാർക്കീഞ്ഞോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ടീമുകളും വിജയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ബ്രസീലിന്റെ നിരയിൽ നെയ്മർ ഇല്ല, അർജന്റീനയുടെ നിരയിൽ ലയണൽ മെസ്സി ഇല്ല എന്നുള്ളതാണ്. രണ്ടു പേർക്കും പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ആരായിരിക്കും വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രഡിക്ഷനുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.